ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത് ഓയിലേഴ്സ് തിയറമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ആ തിയറം പ്രൂവ് ചെയ്യുവാൻ ആവശ്യമായ ഒരു റിസൾട്ട് പഠിക്കാം. ലെമ്മ ലെറ്റ് n greater than 1 and GCD of a comma n equal to 1 if a1 a2 etc a phi of n are positive integers less than n and relatively prime to n, then a into a1 a into a2 etc a into a phi of n are congruent modulo n to a1 a2 etc a phi of n in some order. അതായത് n 1നേക്കാൾ ലാർജറായ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈമാണ്, a1 a2 എക്സെട്ര a phi of n ഇവ എന്നിനേക്കാൾ താഴെയുള്ള എന്നിനോട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള ഇൻറ്റിജേഴ്സ്. ദെൻ a ഇൻറ്റു a1 a ഇൻറ്റു a2 എക്സെട്ര a ഇൻറ്റു a phi of n ഈ ഇൻറ്റിജേഴ്സ് a1 a2 എക്സെട്ര a phi of n ഈ ഇൻറ്റിജേഴ്സിനോട് ഏതെങ്കിലും ഒരു ഓർഡറിൽ കോൺഗ്രന്റ് മോഡുലോ എന്നിലായിരിക്കുമെന്നാണ് ഈ ലെമ്മയിൽ പറയുന്നത്. നമുക്ക് ഈ ലെമ്മ പ്രൂവ് ചെയ്യാം. 1 മുതൽ phi of n വരെയുള്ള ഇൻഡിസസിൽ ഏതെങ്കിലും രണ്ട് ഡിസ്റ്റിൻക്റ്റ് ഇൻഡിസസ് ചൂസ് ചെയ്താൽ, അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു i ലെസ് ദാൻ j ലെസ് ദാൻ ഓർ ഈക്വൽ ടു phi of n ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഐയും ജെയും ചൂസ് ചെയ്താൽ a ഇൻറ്റു എ ഐ കോൺഗ്രുവൻറ്റ് ടു a ഇൻറ്റു എ ജെ മോഡ്ലോ എന്നാണെങ്കിൽ ജി സി ഡി ഓഫ് എ കോമ എൻ ഈക്വൽ ടു 1 ആയതുകൊണ്ട് എ ഐ കോൺഗ്രുവൻറ്റ് ടു എ ജെ മോഡ്ലോ n എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ ഐ മൈനസ് എ ജെ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n. ദെൻ എ ഐയും എ ജെയും ലെസ് ദാൻ n ആയിട്ടുള്ള ഡിസ്റ്റിൻക്റ്റ് ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് എ ഐ മൈനസ് എ ജെ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n എന്നുള്ളത് പോസിബിൾ അല്ല. ദാറ്റ് ഈസ് എ ഇൻറ്റു എ ഐ കോൺഗ്രുവൻറ്റ് ടു എ ഇൻറ്റു എ ജെ മോഡ്ലോ n എന്നുള്ളത് പോസിബിൾ അല്ല. സോ എ ഇൻറ്റു എ വൺ എ ഇൻറ്റു എ ടു എക്സെട്ര എ ഇൻറ്റു എ phi of n ഈ ഇൻറ്റിജേഴ്സിൽ രണ്ട് ഡിസ്റ്റിൻക്റ്റ് ഇൻറ്റിജേഴ്സ് കോൺഗ്രുവൻറ്റ് മോഡ്ലോ എന്നിലായിരിക്കുകയില്ല. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എ ഇൻറ്റു എ വൺ എ ഇൻറ്റു എ ടു എക്സെട്ര എ ഇൻറ്റു എ phi of n ഇൻറ്റിജേഴ്സ് n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് റിമൈൻഡേഴ്സ് ആണ് ലീവ് ചെയ്യുന്നത്. ഓൾസോ ജി സി ഡി ഓഫ് എ ഐ കോമ എന്നും ജി സി ഡി ഓഫ് എ കോമ എന്നും 1 ആയതുകൊണ്ട് ജി സി ഡി ഓഫ് എ ഇൻറ്റു എ ഐ കോമ എൻ ഈക്വൽ ടു 1 ആയിരിക്കും. ദെൻ ഡിവിഷൻ ഓൾഗരിതം അപ്ലൈ ചെയ്താൽ ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1 2 3 അപ് ടു phi of n എ ഇൻറ്റു എ ഐനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് യൂണീക്ക് ഇൻറ്റിജേഴ്സ് ക്യൂവും ബിയും കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് എ ഇൻറ്റു എ ഐ ഈക്വൽ ടു ക്യു എൻ പ്ലസ് ബി വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ n. ദാറ്റ് ഈസ് എ ഇൻറ്റു എ ഐ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n. സോ ദെയർ എക്സിസ്റ്റ് എ യൂണീക്ക് ഇൻറ്റിജർ ബി സച്ച് ദാറ്റ് എ ഇൻറ്റു എ ഐ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ്ലോ n വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ n. അതായത് എ ഇൻറ്റു എ ഐനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ ബി ആണ്. ദെൻ ജി സി ഡി ഓഫ് ബി കോമ എന്നും ജി സി ഡി ഓഫ് എ ഇൻറ്റു എ ഐ കോമ എന്നും സെയിം ആയിരിക്കും. ജി സി ഡി ഓഫ് എ ഇൻറ്റു എ ഐ കോമ എൻ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ജി സി ഡി ഓഫ് ബി കോമ എൻ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് ബിയും എന്നും റിലേറ്റീവ്ലി പ്രൈമാണ്. സോ ബി എന്നിനേക്കാൾ താഴെയുള്ള എന്നിനോട് റിലേറ്റീവ്ലി പ്രൈമായ ഒരു ഇൻറ്റിജറാണ്. എന്നിനേക്കാൾ താഴെയുള്ള എന്നിനോട് റിലേറ്റീവ്ലി പ്രൈമായ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എ വൺ എ ടു എക്സെട്ര എ phi of n ഇവയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിരുന്നു. സോ ബി ഇതിലേതെങ്കിലും ഒരു ഇൻറ്റിജർ ആയിരിക്കും. അതായത് ഫോർ ഈച്ച് ഐ എ ഇൻറ്റു എ ഐനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ എ വൺ എ ടു എക്സെട്ര എ phi of n ഈ ഇൻറ്റിജേഴ്സിൽ ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആയിരിക്കും. ഓരോ എ ഇൻറ്റു എ ഐനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് റിമൈൻഡേഴ്സ് ആണ് കിട്ടുക എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിരുന്നു. സോ എ ഇൻറ്റു എ വൺ എ ഇൻറ്റു എ ടു എക്സെട്ര എ ഇൻറ്റു എ phi of n ഈ ഇൻറ്റിജേഴ്സ് ഏതെങ്കിലും ഒരു ഓർഡറിൽ എ വൺ എ ടു എക്സെട്ര എ phi of n ഈ ഇൻറ്റിജേഴ്സുകളോട് കോൺഗ്രുവൻറ്റ് മോഡ്ലോ എന്നിലായിരിക്കും. ഇതാണ് നമുക്ക് ഈ ലെമ്മയിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഓയിലേഴ്സ് തിയറം പഠിക്കാം. n ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ജി സി ഡി ഓഫ് എ കോമ എൻ ഈക്വൽ ടു 1 ആണെങ്കിൽ എ റേസ് ടു phi of n കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ n ആയിരിക്കുമെന്നാണ് ഓയിലേഴ്സ് തിയറത്തിൽ പറയുന്നത്. ഇഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ജി സി ഡി ഓഫ് എ കോമ എൻ ഈക്വൽ ടു 1 then a raised to phi of n congruent to 1 modulo n. നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാം. n ഈക്വൽ ടു 1 ആണെങ്കിൽ 1 എല്ലാ ഇൻറ്റിജേഴ്സിൻ്റെയും ഫാക്ടർ ആയതുകൊണ്ട് a raised to phi of 1 congruent to 1 modulo 1 ആണ്. സോ n ഈക്വൽ ടു 1ന് ഈ റിസൾട്ട് ട്രൂ ആണ്. സോ n ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് ചൂസ് ചെയ്യുക. ദെൻ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈമായ എന്നിനേക്കാൾ താഴെയുള്ള ഇൻറ്റിജേഴ്സ് എ വൺ എ ടു എക്സെട്ര എ phi of n ആണെന്ന് വിചാരിക്കുക. ദെൻ ജി സി ഡി ഓഫ് എ കോമ എൻ ഈക്വൽ ടു 1 ആയതുകൊണ്ട് പ്രീവിയസ് ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ
a into a1, a into a2, etc. a into a phi of n. ഈ ഇൻറ്റിജേഴ്സും a1, a2, etc. a phi of n ഇൻറ്റിജേഴ്സും കോൺഗ്രന്റ് മോഡുലോ എന്നിൽ ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഓർഡർ സെയിം ആവണമെന്നില്ല എന്ന് മാത്രം. Therefore a into a1 congruent to a1 dash modulo n, a into a2 congruent to a2 dash modulo n, etc. a into a phi of n congruent to a phi of n dash modulo n. ഇവിടെ a1 dash a2 dash etc. a phi of n dash എന്നുള്ള phi of n ഇൻറ്റിജേഴ്സ് a1 a2 etc. a phi of n എന്ന ഇൻറ്റിജേഴ്സ് തന്നെയാണ്. സെയിം ഓർഡറിൽ ആവണമെന്നില്ല എന്ന് മാത്രം. ദെൻ മുകളിൽ പറഞ്ഞ phi of n ലീനിയർ കോൺഫറൻസസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a into a1 into a into a2 into etc. into a into a phi of n congruent to a1 dash into a2 dash into etc. into a phi of n dash modulo n എന്ന് കിട്ടും. Then a1 dash into a2 dash into etc. into a phi of n dashും a1 into a2 into etc. into a phi of n ഉം സെയിം ആണ്. കാരണം അവിടെ ഓർഡറിൽ മാത്രമാണ് ചേഞ്ച് ഉള്ളൂ. സെയിം ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണ്. സോ a into a1 into a into a2 into etc. into a into a phi of n congruent to a1 into a2 into etc. into a phi of n modulo n എന്ന് കിട്ടും. ലെഫ്റ്റ് സൈഡിൽ a phi of n ടൈംസ് ഉണ്ട്, which implies a raised to phi of n into a1 into a2 into etc. into a phi of n congruent to a1 into a2 into etc. into a phi of n modulo n. Then for all I gcd of ai comma n equal to 1 ആയതുകൊണ്ട് gcd of a1 into a2 into etc. into a phi of n comma n ഉം 1 ആയിരിക്കും. സോ എബവ് ലീനിയർ കോൺഗ്രുവൻസിൻ്റെ രണ്ട് സൈഡിലും a1 into a2 into etc. into a phi of n കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ a raised to phi of n congruent to 1 modulo n എന്ന് കിട്ടും. ഇതാണ് ഓയിലേഴ്സ് തിയറത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ n ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ phi of n ഈക്വൽ ടു n-1 ആയിരിക്കും. സോ എബവ് തിയറം ഇതുപോലെയാകും. a raised to n-1 congruent to 1 modulo n if n is prime and a is prime to n. ഇതാണ് നമ്മൾ ഫെർമാസ് തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഓയിലേഴ്സ് തിയറം യൂസ് ചെയ്ത് ചൈനീസ് റിമൈൻഡർ തിയറം മറ്റൊരു തരത്തിൽ പ്രൂവ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് റിമാർക്കിൽ. നിങ്ങൾ ഓൾറെഡി ഒരു പ്രൂഫ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഓയിലേഴ്സ് തിയറം യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇഫ് എ is a prime number greater than 7, show that a raised to 6 congruent to 1 modulo 504. അതായത് 7നേക്കാൾ ലാർജറായ ഒരു പ്രൈം നമ്പറാണ് എ എന്നുണ്ടെങ്കിൽ a raised to 6 congruent to 1 modulo 504 എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. ഇവിടെ 504 ഒരു പ്രൈം നമ്പർ അല്ലാത്തതുകൊണ്ട് ആദ്യം ആ നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്താം. 504 ഈക്വൽ ടു 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 7, ദാറ്റ് ഈസ് 504 ഈക്വൽ ടു 8 ഇൻറ്റു 9 ഇൻറ്റു 7. ഒരു പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 7 ആയതുകൊണ്ട് 7 എയെ ഡിവൈഡ് ചെയ്യുകയില്ല. സോ ഫെർമാസ് തിയറം അപ്ലൈ ചെയ്താൽ a raised to 7 minus 1 congruent to 1 modulo 7 എന്ന് കിട്ടും. ദാറ്റ് ഈസ് a raised to 6 congruent to 1 modulo 7. ദെൻ a ഒരു പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 7 ആയതുകൊണ്ട് a ഗ്രേറ്റർ ദാൻ 9 ആയിരിക്കും. സോ gcd ഓഫ് a, 9 ഉം 1 ആയിരിക്കും. സോ ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്താൽ a raised to phi of 9 congruent to 1 modulo 9 എന്ന് കിട്ടും. ബട്ട് phi of 9 ഈക്വൽ ടു phi of 3 സ്ക്വയർ. നമുക്കറിയാം phi of p raised to k ഈക്വൽ ടു p raised to k മൈനസ് p raised to k minus 1 ആണെന്ന്. സോ phi of 3 സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് 3 raised to 1 which is equal to 9 minus 3, that is 6. സോ phi of 9 ഈക്വൽ ടു 6 ആയതുകൊണ്ട് എബവ് ലീനിയർ കോൺഗ്രുവൻസ് ഇതുപോലെയാകും. a raised to 6 congruent to 1 modulo 9. ദെൻ ഏത് ഇൻറ്റിജർ ചൂസ് ചെയ്താലും ആ ഇൻറ്റിജർ 4m പ്ലസ് ഓർ മൈനസ് 1, 4m പ്ലസ് ഓർ മൈനസ് 2 ഈ 5 ഫോമിൽ ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കും. എ ഒരു പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 7 ആയതുകൊണ്ട് എ ഓഡ് നമ്പർ ആയിരിക്കും. സോ എ 4m പ്ലസ് ഓർ മൈനസ് 1 ഈ ഫോംസിൽ ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കും. എ ഈക്വൽ ടു 4m പ്ലസ് 1 ആണെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു 16m സ്ക്വയർ പ്ലസ് 8m പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ ഈക്വൽ ടു 8 ഇൻറ്റു 2m സ്ക്വയർ പ്ലസ് m പ്ലസ് 1. സോ എ സ്ക്വയർ ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് 1. എ ഈക്വൽ ടു 4m മൈനസ് 1 ആണെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു 16m സ്ക്വയർ മൈനസ് 8m പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 2m സ്ക്വയർ മൈനസ് m പ്ലസ് 1. സോ എ സ്ക്വയർ ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 8 പ്ലസ് 1.
സോ ഏത് കേസിലായാലും എ സ്ക്വയർ മൈനസ് 1 8ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ദെയർഫോർ എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ 8. ദെൻ എ സ്ക്വയർ ഹോൾ ക്യൂബ് കോൺഗ്രുവൻറ്റ് ടു 1 ക്യൂബ് മോഡ്ലോ 8. ദാറ്റ് ഈസ് എ റേസ് ടു 6 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ 8. So a raised to 6 congruent to 1 modulo 7, a raised to 6 congruent to 1 modulo 9 and a raised to 6 congruent to 1 modulo 8. 7ഉം 9ഉം 8ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് a raised to 6 congruent to 1 modulo 7 into 9 into 8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് a raised to 6 congruent to 1 modulo 504. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For any odd integer a, prove that a raised to 33 congruent to a modulo 4080. ആദ്യം തന്നിട്ടുള്ള ഇൻറ്റിജറിന് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ നടത്താം. 4080 ഈക്വൽ ടു 2 raised to 4 into 3 into 5 into 17 ആണ്. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു 3 into 5 into 16 into 17. ദെൻ ഏതൊരു ഓഡ് ഇൻറ്റിജർ എ ചൂസ് ചെയ്താലും നമുക്ക് ആകെ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നുകിൽ 3 ഡിവൈഡ്സ് എ, അതല്ലെങ്കിൽ 3 ഡസ് നോട്ട് ഡിവൈഡ്സ് എ. 3 എയുടെ ഒരു ഫാക്ടർ ആണെങ്കിൽ എ റേസ് ടു 33യുടെയും ഒരു ഫാക്ടർ ആയിരിക്കും. സോ എ റേസ് ടു 33 മൈനസ് എ 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഹെൻസ് എ റേസ് ടു 33 കോൺഗ്രുവൻറ്റ് ടു എ മോഡ്ലോ 3 എന്ന് കിട്ടും. ദെൻ 3 എയുടെ ഒരു ഫാക്ടർ അല്ല എന്നുണ്ടെങ്കിൽ ഫെർമാസ് തിയറം അപ്ലൈ ചെയ്താൽ എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ 3 എന്ന് കിട്ടും. ദെൻ എ സ്ക്വയർ റേസ് ടു 16 കോൺഗ്രുവൻറ്റ് ടു 1 റേസ് ടു 16 മോഡ്ലോ 3. That is a raised to 32 congruent to 1 modulo 3. Then ഈ കോൺഗ്രുവൻസിൻ്റെ രണ്ട് സൈഡിലും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ റേസ് ടു 33 കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ 3 എന്ന് കിട്ടും. സിമിലർലി ഏതൊരു ഓഡ് ഇൻറ്റിജർ എ ചൂസ് ചെയ്താലും എയ്തർ 5 ഡിവൈഡ്സ് എ ഓർ 5 ഡസ് നോട്ട് ഡിവൈഡ്സ് എ. 5 എയുടെ ഒരു ഫാക്ടർ ആണെങ്കിൽ എ റേസ് ടു 33യുടെയും ഒരു ഫാക്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു 33 മൈനസ് എ 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഹെൻസ് എ റേസ് ടു 33 കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ 5. ദെൻ 5 എയുടെ ഒരു ഫാക്ടർ അല്ല എന്നുണ്ടെങ്കിൽ ഫെർമാസ് തിയറം അപ്ലൈ ചെയ്താൽ എ റേസ് ടു 4 കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 5 എന്ന് കിട്ടും. അതിൽ നിന്നും എ റേസ് ടു 4 ഹോൾ റേസ് ടു 8 കോൺഗ്രുവൻറ്റ് ടു 1 റേസ് ടു 8 മോഡുലോ 5. ദാറ്റ് ഈസ് എ റേസ് ടു 32 കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 5. ദെൻ രണ്ട് സൈഡും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ റേസ് ടു 33 കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ 5 എന്ന് കിട്ടും. ദെൻ 16 ഈക്വൽ ടു 2 റേസ് ടു 4ഉം ഒരു ഓഡ് പ്രൈം നമ്പറും ആയതുകൊണ്ട് ജി സി ഡി ഓഫ് എ കോമ 16 ഈക്വൽ ടു 1 ആയിരിക്കും. സോ ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്താൽ എ റേസ് ടു 5 ഓഫ് 16 കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 16 എന്ന് കിട്ടും. നൗ 5 ഓഫ് 16 ഈക്വൽ ടു 5 ഓഫ് 2 റേസ് ടു 4 വിച്ച് ഇസ് ഈക്വൽ ടു 2 റേസ് ടു 4 മൈനസ് 2 ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു 8. സോ എ റേസ് ടു 8 കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 16, which implies a raised to 8 whole raised to 4 congruent to 1 raised to 4 modulo 16. That is a raised to 32 congruent to 1 modulo 16. രണ്ട് സൈഡും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ റേസ് ടു 33 കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ 16 എന്ന് കിട്ടും. ദെൻ നേരത്തെ 3യുടെയും 5ൻ്റെയും കേസിൽ പറഞ്ഞതുപോലെ 17 ഡിവൈഡ്സ് എ ആണെങ്കിൽ ഡയറക്റ്റ്ലി എ റേസ് ടു 33 കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ 17 എന്ന് കിട്ടും. 17 എയുടെ ഒരു ഫാക്ടർ അല്ല എന്നുണ്ടെങ്കിൽ ഫെർമാസ് തിയറം അപ്ലൈ ചെയ്താൽ എ റേസ് ടു 16 കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 17 എന്നും അതിൽ നിന്നും എ റേസ് ടു 33 കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ 17 എന്നും കിട്ടും. ദെൻ 3, 5, 16 ആൻഡ് 17 ഇവ പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് കോൺഗ്രുവൻസ് റിലേഷൻസ് 1, 2, 3 ആൻഡ് 4 ഇവയിൽ നിന്നും എ റേസ് ടു 33 കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ 3 into 5 into 16 into 17 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ റേസ് ടു 33 കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ 4080. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ലാസ്റ്റ് 2 digits in the decimal expansion of 3 raised to 256. 3 raised to 256ൻ്റെ ഡെസിമൽ എക്സ്പാൻഷനിലുള്ള ലാസ്റ്റ് 2 digits കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 3 raised to 256ൻ്റെ ഡെസിമൽ എക്സ്പാൻഷനിലുള്ള ലാസ്റ്റ് 2 digitsഉം 3 raised to 256നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡറും സെയിം ആയതുകൊണ്ട് നമ്മളതാണ് കണ്ടുപിടിക്കുന്നത്. 3 raised to 256നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ കണ്ടുപിടിക്കുക എന്നുള്ളതും 3 raised to 256നോട് കോൺഗ്രുവൻറ്റ് മോഡുലോ 100ലായ സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് ഇൻറ്റിജർ കണ്ടുപിടിക്കുക എന്നുള്ളതും ഈക്വലൻ്റ് ആയതുകൊണ്ട് 3 raised to 256നോട് കോൺഗ്രുവൻറ്റ് മോഡുലോ 100ലായ
ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. GCD ഓഫ് 3, 100 ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ 3⁵ ഓഫ് 100 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ 100 എന്ന് കിട്ടും. 100 ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ആയതുകൊണ്ട് 5 ഓഫ് 100 ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 5 സ്ക്വയർ മൈനസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 40. 5 ഓഫ് 100 ഈക്വൽ ടു 40 ആയതുകൊണ്ട് 3⁴ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ 100 എന്ന് കിട്ടും. ദെൻ ഡിവിഷൻ ഓൾഗരിതം അപ്ലൈ ചെയ്താൽ 256 ഈക്വൽ ടു 6 ഇൻറ്റു 40 പ്ലസ് 16 ആണ്. സോ 3⁵256 ഈക്വൽ ടു 3⁶ ഇൻറ്റു 40 പ്ലസ് 16 വിച്ച് ഇസ് ഈക്വൽ ടു 3⁴ ഇൻറ്റു 3⁻16. 3⁴ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ 100 ആയതുകൊണ്ട് which is congruent to 1 into 3⁻16 മോഡ്ലോ 100. That is 3⁵256 congruent to 3⁻16 മോഡ്ലോ 100. Now 3⁴ equal to 81. 81 plus 19 equal to 100 ആയതുകൊണ്ട് 3⁴ congruent to -19 മോഡ്ലോ 100 എന്ന് കിട്ടും. രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ 3⁸ congruent to 361 മോഡ്ലോ 100. Then 361 congruent to 61 മോഡ്ലോ 100 ആയതുകൊണ്ട് 3⁸ is congruent to 61 മോഡ്ലോ 100. Then രണ്ട് സൈഡും വീണ്ടും സ്ക്വയർ ചെയ്താൽ 3⁻16 congruent to 3721 മോഡ്ലോ 100 എന്ന് കിട്ടും. 3721 congruent to 21 മോഡ്ലോ 100 ആയതുകൊണ്ട് 3⁻16 congruent to 21 മോഡ്ലോ 100 എന്ന് കിട്ടും. Then 3⁻256 congruent to 3⁻16 മോഡ്ലോ 100 എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 3⁻16 congruent to 21 മോഡ്ലോ 100 എന്നും കിട്ടി. സോ ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 3⁻256 congruent to 21 മോഡ്ലോ 100 എന്ന് കിട്ടും. സോ 3⁻256ൻ്റെ ഡെസിമൽ എക്സ്പാൻഷനിലെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 21 ആണ്. Then next question, use Euler's theorem to confirm that for any integer n greater than or equal to 0, 51 divides 10⁻32n plus 9 minus 7. ഏതൊരു നോൺ നെഗറ്റീവ് ഇൻറ്റിജർ n ചൂസ് ചെയ്താലും 10⁻32n plus 9 congruent to 7 മോഡ്ലോ 51 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. GCD ഓഫ് 10, 51 ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്താൽ 10⁵ ഓഫ് 51 congruent to 1 മോഡ്ലോ 51 എന്ന് കിട്ടും. Now 51 equal to 3 into 17 ആയതുകൊണ്ട് 5 of 51 equal to 5 of 3 into 17. Then 5 മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷനും 3ഉം 17ഉം റിലേറ്റീവ്ലി പ്രൈമും ആയതുകൊണ്ട് which is equal to 5 of 3 into 5 of 17. Then നമുക്കറിയാം n ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ 5 of n equal to n-1 ആയിരിക്കുമെന്ന്. ഇവിടെ 3ഉം 17ഉം പ്രൈം നമ്പേഴ്സ് ആണ്. So 5 of 3 equal to 2 and 5 of 17 equal to 16. Therefore 5 of 51 equal to 2 into 16 which is equal to 32. So നേരത്തെ കിട്ടിയ ലീനിയർ കോൺഗ്രുവൻസ് ഇതുപോലെയാകും. 10⁻32 congruent to 1 മോഡ്ലോ 51. ദെൻ നമുക്കറിയാം എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ്ലോ n ആണെങ്കിൽ ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ k, a⁻k ഈസ് കോൺഗ്രുവൻറ്റ് ടു b⁻k മോഡ്ലോ n. സോ ഫോർ എനി n greater than 0, 10⁻32n congruent to 1 മോഡ്ലോ 51. n ഈക്വൽ ടു 0ക്ക് പിന്നെ ട്രിവിയലായിട്ട് ഇത് ഹോൾഡ് ചെയ്യും. സോ ഫോർ എനി n greater than or equal to 0, 10⁻32n congruent to 1 മോഡ്ലോ 51. നൗ 100 plus 2 equal to 102. അത് 51ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 10 സ്ക്വയർ ഈക്വൽ ടു 100 congruent to -2 മോഡ്ലോ 51 എന്ന് കിട്ടും. ഇതിൽ നിന്നും 10⁻8 congruent to -2 whole raised to 4 മോഡ്ലോ 51. That is 10⁻8 congruent to 16 മോഡ്ലോ 51. Then 10⁻9 equal to 10⁻8 into 10 which is congruent to 16 into 10 മോഡ്ലോ 51. That is 10⁻9 congruent to 160 മോഡ്ലോ 51. 160 minus 7 equal to 153. അത് 51ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 160 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡ്ലോ 51. സോ ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 10⁻9 കോൺഗ്രുവൻറ്റ് ടു 7 മോഡ്ലോ 51 എന്ന് കിട്ടും. സോ 10⁻32n കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ 51 ആൻഡ് 10⁻9 കോൺഗ്രുവൻറ്റ് ടു 7 മോഡ്ലോ 51. ഈ രണ്ട് കോൺഗ്രുവൻസ് റിലേഷനും മൾട്ടിപ്ലൈ ചെയ്താൽ
10 raised to 32n plus 9 congruent to 7 modulo 51 എന്ന് കിട്ടും. That is 10 raised to 32n plus 9 minus 7 is a multiple of 51. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. Then next question, if n is an odd integer that is not a multiple of 5, then show that n divides an integer all of whose digits are equal to 1. അതായത് n 5ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ഒരു ഓഡ് ഇൻറ്റിജർ, അങ്ങനെയാണെങ്കിൽ ആ ഇൻറ്റിജർ എല്ലാ ഡിജിറ്റ്സും 1 ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻറ്റിജറിനെ ഡിവൈഡ് ചെയ്യും എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. n ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കുകയില്ല. അതുപോലെ തന്നെ n 5ൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്നിവിടെ തന്നിട്ടുണ്ട്. സോ GCD of 9, 10 ഈക്വൽ ടു 1 ആയിരിക്കും. ഓൾസോ GCD of 9, 10ഉം 1 ആണ്. സോ GCD of n, 10 ഈക്വൽ ടു 1 and GCD of 9, 10 equal to 1, which implies GCD of 9n, 10 equal to 1. Then GCD of 9 into n, 10 equal to 1 ആയതുകൊണ്ട് Euler's theorem അപ്ലൈ ചെയ്യുമ്പോൾ 10 raised to 5 of 9 into n congruent to 1 modulo 9 into n എന്ന് കിട്ടും, which implies 10 raised to 5 of 9 into n minus 1 is a multiple of 9 into n. So there exists an integer k such that 10 raised to 5 of 9 into n minus 1 equal to 9 into n into k. ഇതിൽ നിന്നും k into n equal to 10 raised to 5 of 9 into n minus 1 divided by 9 എന്ന് കിട്ടും for some k. Then n ഏത് പോസിറ്റീവ് ഇൻറ്റിജർ ആയാലും 10 raised to 5 of 9 into n minus 1 എല്ലാ ഡിജിറ്റ്സും 9 ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആയിരിക്കും. സോ 10 raised to 5 of 9 into n minus 1 all divided by 9 എന്നുള്ളത് എല്ലാ ഡിജിറ്റ്സും 1 ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആയിരിക്കും. ഈ ഇൻറ്റിജറിനെ എന്നിൻ്റെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുവാൻ സാധിക്കുമെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിരുന്നു. സോ എല്ലാ ഡിജിറ്റ്സും 1 ആയിട്ടുള്ള ഒരു ഇൻറ്റിജറിനെ n ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്.